ഈ പട്ടണത്തിൽ യഥാർത്ഥ വചനവുമായി കടന്നു വന്ന് ഈ പട്ടണം ഒരു മാസം കൊണ്ട് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിയ ഒരു ദൈവദാസനാണ് ഷമീർ പാഷ് കൊല്ലം. ഇന്ന് തൻ്റെ ആ വചനത്തിൻ്റെ ശക്തിയും വചനം തെളിയിച്ചുകൊണ്ട് വചനം വായിച്ച് തെളിയിച്ച് ഇവിടെ ഈ പട്ടണത്തിൽ പലരെ ആത്മീയരാക്കി ഉത്തേജനത്തിലേക്ക് കൊണ്ടുവന്ന ആ ദൈവദാസനുമായിട്ട് അല്പനേരം സംസാരിപ്പാൻ ഞങ്ങൾ 4 പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. ഒന്ന് രാജൻ ഫിലിപ്പ് പാസ്റ്റർ ചർച്ചോക്കോട്, ഒന്ന് ഷമുവേൽ പി ജോൺ പാസ്റ്റർ എൻ്റെ ഭവനത്തിൽ കൂടി. ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് ഷമീർ പാസ്റ്റർ എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട് ഈ ഭവനത്തിൽ ഞങ്ങളെ തമ്മിൽ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ രക്ഷിക്കപ്പെടാത്ത അനേകരുണ്ട്. അവരാണ് ഈ കംപ്ലൈന്റ് പറയുന്നത്. യഥാർത്ഥ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം യഥാർത്ഥമായി പ്രാപിച്ച് നേരായി നടക്കുന്നവരാരും പറയും. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉപദേശം പറയുമ്പോൾ അതിനെതിര് പറയുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ല. പെസഹ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയാൽ, കട്ടൽക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടിയാൽ അവിടെ സംഹാരദൂതൻ കയറുകയാണ്. ഇപ്പൊ എന്റെ ഒരു സ്നേഹിതന് ഒരു മിസ്രൈമിനെ അടുത്തുണ്ടെങ്കിൽ ഇവൻ അവിടെ ചെന്ന് ആ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ഈ രക്തം പുരട്ടിയാൽ അവിടെയും കയറുകയില്ലെന്നാണ് എന്റെ വാദം. അങ്ങനെയും ചിലര് ഇവരുടെ കൂടെ ഇങ്ങനെ സിയോൻ യാത്രക്കാരായി ഇറങ്ങി തിരിച്ച് കാണും. എന്ന് പറഞ്ഞാൽ ഒരു സമ്മിശ്ര ജാതി, ഒരു സമ്മിശ്ര ജാതി ഇവരുടെ കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്റെ വാദം. ആ സമ്മിശ്ര ജാതി യഥാർത്ഥമായി ദൈവത്തെ കണ്ടിട്ടില്ല. അവരിവരുടെ കൂടെ ഇറങ്ങി തിരിച്ചു, എവരുടെ പാട്ടും കൂട്ടും എവരുടെ യാഗവും ഒക്കെ കണ്ട് എവരും ഇങ്ങനെ പോരുന്നു. എവർക്കൊരു പ്രയാസം വരുമ്പോൾ എവരാദ്യം പിറുപിറുക്കാൻ തുടങ്ങും. ഒരു പിറുപിറുപ്പ് തുടങ്ങി മറ്റവനും പിടിക്കുന്നത്. അങ്ങനെ പിറുപിറുപ്പ് ഇതിനകത്തായി എന്നാണ് എൻ്റെ. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പെന്തക്കോസിൽ ചേർന്നാൽ അഭിവൃദ്ധി ഉണ്ടെന്ന് ഒരു ധാരണ മറ്റ് ആളുകൾക്ക് വന്നതോടെ പെന്തക്കോസിലേക്ക് ഒരു സമ്മിശ്ര ജാതി വന്നു കയറിയിരിക്കുന്നു. ആ സമ്മിശ്ര ജാതിയാണ് ഈ പശു ഉണ്ടാക്കുന്നത്. യഥാർത്ഥ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാരും യഥാർത്ഥ ഉപദേശം പറയുന്നിടത്ത് കയറി പിടിക്കുക. ഇതാണ് എന്റെ വാദം. അത് ഷമീർ അത് ധൈര്യത്തോടെ പറഞ്ഞു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ദൈവം കൂടെയുണ്ട്. സത്യ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരെ ആരും തകർക്കാൻ ഒക്കുകയില്ല. എന്നെ കുറിച്ച് ഒരാൾ പറഞ്ഞത് ഇരുമ്പഴിക്കകത്ത് കിടക്കുന്ന ഒരു കുഞ്ഞാടാണ് എന്ന് എന്നെ കുറിച്ച് ഒരാൾ ദർശനം പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴുത്തി പറയല്ല. എനിക്കത് കേട്ടപ്പോഴത്തേന് ഒരു ധൈര്യമായി. ഇരുമ്പഴിക്കകത്തിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ ആരെന്ത് ചെയ്യാൻ? നമ്മൾ ഇരുമ്പഴിക്കകത്താണ്, യേശുവാകുന്ന ഇരുമ്പഴിക്കകത്താണ്. ഒരു ശത്രുവിനും നമ്മളെ തൊടാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുൻപോട്ട് പോകും, ഒരു കുഴപ്പം വരികയില്ല. അമേരിക്കയിൽ വന്നിട്ട് ഇപ്പം ഏതാണ്ട് 64 മാസമായല്ലോ. ഇവിടുത്തെ ആത്മീയ മണ്ഡലത്തിലെ കുറിച്ച് അറിഞ്ഞതിൽ പരിചയപ്പെട്ടതിൽ അല്ലെങ്കിൽ ഉണ്ടായ ഒരു ചിന്ത ഇവിടെയുള്ള ദൈവജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് എന്താ പറയാനായിട്ടുള്ളത്? അമേരിക്കയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ എന്തുകൊണ്ടും ഉപദേശത്തിന് വേണ്ടി നിൽക്കാൻ എല്ലാ സാധ്യതകളും ഉള്ള ഒരു രാജ്യമാണ്. നിൽക്കാൻ വേണമെങ്കിൽ ഉപദേശത്തിന് വേണ്ടി നിൽക്കാൻ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് എന്ത് നിലയിൽ എളുപ്പം ഉപദേശത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപദേശത്തിന് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് 10 പേര് അങ്ങ് പോകും എന്ന് പേടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. നാട്ടിലാണെങ്കിൽ 10 പേര് പോയാൽ ഉപദേശിക്ക് ചിലപ്പം സഞ്ചിക്കകത്ത് വീഴുന്നത് കുറയും. അത് പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ജീവിതത്തെയും വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടുത്തെ സംബന്ധിച്ച് ഇവിടെ അങ്ങനെ ഒരു ദാരിദ്ര്യം
ഒരു ദൈവദാസനും ദൈവം അനുവദിച്ചിട്ടില്ല. ഞാനിവിടെ വന്ന് കണ്ടിടത്തോളം ഒരു ദൈവദാസന്മാർക്കും അങ്ങനെ ഒരു അനുഭവം ദൈവദാസന്മാർക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ആണെങ്കിലും ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച കൊണ്ടുപോകാന്ന് വെച്ചാൽ അതിലേക്കാ ഞാൻ വരുന്നത്. ഞാൻ കണ്ട വിഷയങ്ങളെ പറയാം. അപ്പം അപ്പൊ അതിനു വേണ്ടി ദൈവദാസന്മാര് ഇപ്പം ഞാൻ ആരുടെയും ഇത് നോക്കിയല്ല, ഞങ്ങൾ അധ്വാനിച്ച് ദൈവം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് വലിയൊരു കൂട്ടത്തെ കൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും ഒരു കൊച്ചു കൂട്ടത്തെ കൊണ്ട് എനിക്ക് നിത്യതയിലെത്തണം എന്ന ദർശനത്തിലേക്ക് ദൈവദാസന്മാർ വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവിടെ അമേരിക്കയിലെ മറ്റൊരു പരാജയവശം എന്താന്ന് ചോദിച്ചാൽ ഇന്ന് സഭകളിൽ അധികവും ദൈവദാസന്മാർക്ക് റോളില്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദൈവദാസനല്ല, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കമ്മിറ്റിയാ പലയിടത്തും. എന്നാൽ പലയിടത്തും പഠിച്ചു കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ പലരും ഗുണപ്പെട്ടവരല്ല, ഒന്നുമല്ലെന്നേ. അപ്പൊ ഇവര് എന്തിനും അടിയുണ്ടാക്കുന്നവരും കസേര എടുത്ത് അടിക്കുന്നവരും എല്ലാമല്ല. അമേരിക്കയിലെ ആഗോളമായിട്ട് പറയുന്ന കാര്യമല്ല ഇത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ തന്നെ നല്ല ആൾക്കാർ ഉപദേശത്തിൽ നിൽക്കുന്നവരും ഈ പട്ടണത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ എന്നെ പോലെ ഒരാളെ സഹിച്ച് പ്രസംഗിക്കാൻ വിളിച്ചത്, അല്ലാത്തൊരു വിളിക്കില്ലല്ലോ. അപ്പം അപ്പോൾ തന്നെ മറുവശം ഇതാണ്, ഈ ഒരു നിലയിൽ തീരുമാനമെടുക്കാനുള്ള ഒരു അതോറിറ്റി ദൈവദാസന്മാർക്കില്ല. ഇവിടെ ഇവരെടുക്കുന്നു, ദൈവദാസന്മാർ മൗനമായിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തു പോവുക എന്നുള്ള നിലവാരമാണ് ഇവിടെ വരുന്നത്. വേദപുസ്തക പ്രകാരം സഭയുടെ തീരുമാനം എടുക്കേണ്ടത് മൂപ്പനാണ്. സഭയുടെ അധ്യക്ഷനാണ് സഭയുടെ തീരുമാനം എടുക്കേണ്ടത്, സഭയുടെ മൂപ്പനാണ്. ആ സഭയുടെ മൂപ്പൻ എടുക്കുന്ന തീരുമാനത്തിന് കീഴടങ്ങിയിരിക്കുക സഭ. അതാണ് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ ഒരു കമ്മിറ്റിയെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. സഭയ്ക്കകത്തൊരു കമ്മിറ്റി തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സഭയ്ക്കകത്തൊരു സഹോദരന് ബലഹീനത സംഭവിച്ചാൽ ആ സഹോദരനെ നമുക്ക് സഹോദരന്മാർ കൂട്ടിച്ചെന്ന് അവനെ ബലപ്പെടുത്താനും അവനെ ബുദ്ധി ഉപദേശിക്കാനും അവനെ മടക്കി വരുത്താനും ഒക്കെ കൂട്ടായ്മ കാണിക്കുന്ന രംഗം സഭയുള്ള ബന്ധത്തിൽ ലേഖനങ്ങളിലുണ്ട്. എന്നാൽ ദൈവദാസനെ മാറ്റി നിർത്തിയേച്ച് സഭയിൽ ആരെങ്കിലും അധികാരം നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെയും വചനം വിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, അപ്പൊ ദൈവദാസന്മാര് കൃത്യമായി ഇതിനു വേണ്ടി അതിനുവേണ്ടി ഒരു 10 കുടുംബം പോട്ടെ, അങ്ങ് പോട്ടെന്ന് നോക്കണം. എന്നാ കുഴപ്പം? പോത്തിന് വെക്കുന്നതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ വീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു മാസം ഇലക്ട്രിസിറ്റി മറ്റു പലതുമായിട്ടുള്ള ഒരു നല്ല എമൗണ്ട് വേണം. അതിനുള്ള വരുമാനം വീട്ടിലില്ലെങ്കിലും പോകും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നത് നിമിത്തം 10 വീട്ടുകാർ പോയാലും ഈ വീട്ടിലെ വാടക മറ്റു ക്രമീകരണങ്ങൾ കൊടുത്ത് എന്നെ പോറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് എന്നെങ്കിലും വിശ്വസിക്കാൻ കഴിയാത്ത ഇവനെ എങ്ങനെ പാസ്റ്റർ വിളിക്കും? അതൊരു വിഷയമാണ്. അങ്ങനെയാണ് ഇവൻ എന്ത് പാസ്റ്ററാ? ഇപ്പൊ മറ്റവന്മാരെ ന്യൂ ജനറേഷൻകാർ TV കൂടെ പറയുന്ന പോലെ അല്ലേ, നിങ്ങളെല്ലാവരും പേഴ്സിലും ബാഗിലും കൈവച്ചോ, ഞാൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറാൻ പോകും. പിന്നെ പെണ്ണുങ്ങളെല്ലാം കൂടെ പേഴ്സിലും ബാഗിലും കൈവച്ച് കീറിക്കളഞ്ഞ പേഴ്സ് കൊടുത്ത് മേശപ്പുറത്ത് കൊണ്ടിട്ട് എല്ലാം കൂടെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാള് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എന്ത് ചെയ്തു? സാമ്പത്തിക സ്ഥിതി എല്ലാം മാറി. നിങ്ങൾ വിടുക, നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അത് മാറിയിരിക്കുക എന്ന് പറയും. ഒടുവിൽ എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നതാണ്, പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച ഞങ്ങളുടെ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന അക്കൗണ്ടിൽ അയക്കണം. അതെന്തിനാ? ഇവൻ പേഴ്സിലും ബാഗിലും കൈവച്ച പണം വരുത്തില്ല. അപ്പം ഇന്നയോളം ഞങ്ങളുടെ TV പ്രോഗ്രാം നടത്തിയ ദൈവം അടുത്ത ആഴ്ചത്തെ ഞങ്ങളുടെ പ്രോഗ്രാമും ദൈവം നടത്തിക്കൊള്ളും എന്നെങ്കിലും വിശ്വാസം ഇല്ലാത്ത ഇവൻ എങ്ങനെ സാമ്പത്തിക കെട്ടഴിക്കുന്നത്? ഇതുപോലെയാണ് അല്ലേ, തളവരലില്ലാത്തവൻ ചെറുവരൽ സൗഖ്യമാക്കാൻ വരുന്നവർ. അപ്പൊ ഇതുപോലെ കർത്താവ് എന്നെ തെരുവിൽ കടത്തത്തില്ല. ഞാൻ പറയുന്നല്ലോ, 13 വർഷമായി പുസ്തകം എടുത്തിറങ്ങി. ഞാൻ ചോദിക്കുക, ഇന്നും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബമോ മുന്നോട്ട് വന്നിട്ട് ഞങ്ങളാണ് ഷമീർ പാഷക്ക് മാസാമാസം വർഷാവർഷം ആഴ്ച ഏതെങ്കിലും നിലയിൽ ഇന്ത്യൻ റുപ്പി 100 രൂപയോ അതിൽ കൂടുതലോ ഞങ്ങൾ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ സപ്പോർട്ടിലാണ് ഇദ്ദേഹം മുന്നോട്ട് പോയത് എന്ന് പറയാൻ ഇന്ന് വരെയും, നാളത്തെ കാര്യം അറിഞ്ഞുകൂടാ, ഇന്ന് വരെയും എനിക്കങ്ങനെ സപ്പോർട്ട് മേടിച്ചിട്ടില്ല. കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രവർത്തിച്ചാൽ ദൈവം നടത്തും. എന്നാൽ ഈ 2 കുഞ്ഞുങ്ങളുമായി ഇസ്ലാമിക പാരമ്പര്യം വിട്ട് 1 സെന്റ് ഭൂമിയില്ലാതെ കിടക്കാൻ ഒരു പായില്ലാതെ ഈ ബൈബിളും ചേർത്ത് പിടിച്ചോണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ കിടന്നുറങ്ങി മാറിയിടാൻ ഒരു ഉടുപ്പില്ലാതെ പ്രാർത്ഥിച്ചിട്ട് ദൈവം കൈവിട്ടോ? ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് എവിടെയാ? പറഞ്ഞതിന്റെ ഉദാഹരണമാണ് ഞാനൊരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് വിട്ട് വസ്തു ഉണ്ടായിരുന്നു, വിറ്റ് കർത്താവിന് വേണ്ടിക്ക് വേണ്ടി ഇറങ്ങി.
കർത്താവിന് വേല ചെയ്തൊരു 4-5 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എൻ്റെ കൊച്ചു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് വേറെ ഇരിക്കുന്നത്. അവനൊരു 5 വയസ്സാകുന്ന സമയമായപ്പോഴത്തേക്ക് ഒരു ദിവസം ഞങ്ങൾ വാടകയ്ക്ക് പോയി താമസിക്കുന്ന വീട്ടിൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങൾ 3 പേരും കൂടെ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചെടി കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ച് നട്ടു. അപ്പം ഞാൻ രാവിലെ നമുക്ക് നാട്ടിലൊരു പതിവുണ്ടല്ലോ, രാവിലെ ഒരു കടുങ്കാപ്പി കുടിക്കുന്നു. ആ കടുങ്കാപ്പി കുടിച്ച് അതിൻ്റെ തിണ്ണയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കാതെ എൻ്റെ മനസ്സിൽ കൂടെ ഒരു ഭയങ്കര ഒരു ചിന്ത കിടന്നു. എൻ്റെ ദൈവമേ, എന്നെപ്പോലൊരു പോഷൻ ഈ ലോകത്തിലില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെടി വെക്കാൻ പോലും ഉള്ള വസ്തു എനിക്കില്ല. എൻ്റെ ദൈവം ആരോടും പറഞ്ഞില്ല, ഒരുത്തരോടും പറഞ്ഞില്ല. അന്ന് ആ വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് എന്നോട് ചോദിച്ചു, ഈ കുഞ്ഞുവനെന്ന് കൊടുക്കുക, കുഞ്ഞുവനെ ഒരു ചെറിയ വീടും വസ്തുവും കൊടുക്കാനുണ്ട്, എൻ്റെ അഭിമാനത്തിന് ഞാൻ ഉടനെ പറഞ്ഞു. പക്ഷെ വീടും വസ്തുവൊക്കെ ഇപ്പോൾ കാര്യം എൻ്റെ പൈസ ഇല്ലല്ലോ. അപ്പൊ പുള്ളിക്കാരൻ എന്നെ സംബന്ധിച്ചുള്ള ധാരണ എൻ്റെ ബാങ്കിൽ അക്കൗണ്ടൊക്കെ ഉണ്ട്. കാരണം പുള്ളിക്കാരന് ആരെങ്കിലും കൈവായ്പ കൊടുക്കേണ്ട എന്നോട് വന്ന് പറഞ്ഞു 5,000 രൂപ കൊടുത്തിരുന്നു പറയുന്നു. അപ്പൊ എനിക്ക് ഉണ്ടെന്നുള്ളതാണ്. അതൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, സാമ്പത്തികം ഒരു കാര്യം ചെയ്യും, നമുക്കൊരു അവധി വെക്കാൻ 6 മാസത്തെ. എനിക്കൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥ. അത് വസ്തു വീട് പോയി കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നതിനെ കാണുന്നു. നമ്മൾ അപ്പച്ചൻ കാണുമ്പോൾ ഞാനെന്തിനാ കാണുന്നു? അതൊക്കെ എനിക്ക് മേടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. 500 രൂപ 5,000 രൂപ അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബാങ്കിലുള്ള ആകെ ബാലൻസ് അത് ഏതാ ബിസിനസ്സൊക്കെ വിട്ടിട്ട് ബാലൻസ് എല്ലാം ബാങ്കിൽ ഇട്ട് ചിലവാക്കിയതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ എൻ്റെ ചിന്ത ഇതങ്ങ് പോകുന്നപ്പോൾ കൊണ്ട് കുഴപ്പമില്ല, അഭിമാനം രക്ഷിക്കാൻ പറ്റും. അത് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തു കഴിഞ്ഞ് വേറെ അറിഞ്ഞ് എൻ്റെ ഫാദറിനെ വന്ന് ചോദിച്ചു, കുഞ്ഞുവിനെ ആ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തല്ലോ, എങ്ങനെ വാങ്ങിക്കാമെന്നുള്ള ഉദ്ദേശത്തില്ല അത് അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, ആ പക്ഷെ ദൈവം നോക്കിക്കോളൂ. അതേ പറയാനുള്ളൂ, അല്ല വേറെ ഒന്നും പറയാനില്ല. ഇതിങ്ങനെ അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തരാവുന്ന വിലയേക്കാൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കാൻ ആളുകൾ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 6 മാസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എഴുതണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വസ്തു വേണം കൊടുക്കുന്നത് എനിക്ക് ആ പറഞ്ഞ ആ സമയത്ത് എനിക്ക് എഴുതാനുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് അവരോടങ്ങനെ പറഞ്ഞെങ്കിലും നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടതല്ലേ. ദൈവം അതിനുള്ള അത്ഭുതമായ വഴി ഒരുക്കി. ദൈവം വീട് താമസിച്ചു. ദൈവം അവിടെ ഇവിടെ വരെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഉടമസ്ഥരായി. ലോകത്തിൽ എനിക്കിനി വേണമെന്ന് പറയാൻ ദൈവകൃപയാൽ ഒന്നുമില്ല, എല്ലാം. അപ്പം ഇങ്ങനെ കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും വിശ്വാസമില്ല. ഇപ്പം എന്നോട് കർത്താവ് പറയാണ്, ഷമീറെ നീ കണ്ണൂരിലേക്ക് പോകാൻ പറഞ്ഞ ഓക്കെ, കണ്ണൂരിലേക്ക് പോകാം, ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. നീ കാസർഗോട്ടേക്ക് പോകാന്ന് പറഞ്ഞാൽ ഓക്കെ, കാസർഗോഡ് ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ നീ നോർത്ത് ഇന്ത്യ ഓക്കെ. അബ്രഹാമിനോട് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് എങ്ങോട്ട് പോകും? അങ്ങനെ ഒരു ദേശം ഇല്ല. കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞൊരു ദേശം ഇല്ല. എന്നാൽ വിശ്വാസത്താൽ അബ്രഹാം പുറപ്പെട്ടു, വിശ്വാസികളുടെ പിതാവ്. ഈ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ മാനിച്ച ദൈവം എന്നല്ലേ ഇവൻ പറയുന്നത്, അല്ലേ? അപ്പൊ പിന്നെ 10 കുടുംബം അല്ലെ 20 കുടുംബം പോയാലും അബ്രഹാമിനെ വിശ്വാസത്തിൽ ഇറക്കിയെന്ന് പ്രസംഗിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഇങ്ങേർക്ക് എന്റെ ദൈവം എന്നെ വഴി കടത്തത്തില്ലെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്ത് ഭാഷാടോ? അതാ ഞാൻ ചോദിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെ വിശ്വാസാവസ്ഥയിലേക്ക് ജനം മടങ്ങി വരണം. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആദിയിൽ എന്ന പോലെ വെളിപ്പെടും. അല്ലാതെ അന്നത്തെ പോലെ ആദിയിൽ എന്ന പോലെ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അയക്കണേ എന്ന് പറഞ്ഞ് കസേര എടുത്ത് പൊക്കി അടിച്ചത് കൊണ്ടോ ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിച്ചുകൊണ്ടൊന്നും അന്നത്തെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. അന്നത്തെ വിശ്വാസ ജീവിതത്തിലേക്ക്, അന്നത്തെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന അനുഭവത്തിലേക്ക് ദൈവജനം മടങ്ങി വരിക. അല്ലാതെ നമ്മുടെ മനോഭാവം മാറാതെ ദൈവത്തിന്റെ ക്യാരക്ടർ മാറി എന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. നമ്മുടെ മനോഭാവം ആദിയിലെന്ന ആ ഒരു അനുഭവത്തിലെന്ന പോലെ ജനം മാനസാന്തരത്തിലേക്ക് മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി അന്നും ഇന്നും ഒരുപോലെ വെളിപ്പെടും. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു കുറവും സംഭവിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായിട്ടും ഇന്നുണ്ട്. ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് റാന്നി ടൗണിലുള്ള ഒരു നല്ല ചർച്ച എനിക്ക് തന്നു. പറഞ്ഞ തമ്പിയൊക്കെ ആദ്യം ആ ഒരു ചർച്ചയുള്ളൂ, നല്ല ചർച്ച. അപ്പൊ എനിക്കത് തന്നെ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പട്ടണത്തിൽ ഇരിക്കാനല്ല കർത്താവ് തന്നെ വിളിച്ചത്. എനിക്ക് കർത്താവിന്റെ കഷ്ടമാണ്. ഞാൻ തന്നെ സ്വയം തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിനറിയാം, അത്തിക്കയത്തിനപ്പുറത്ത് വണ്ടിയും ഒന്നുമില്ലാത്ത ഒരു കാട്ടുപ്രദേശത്ത് പോയി പ്രവർത്തനം ആരംഭിച്ചു. ദൈവകൃപയാൽ
അവിടെ 25-30 കുടുംബങ്ങൾ ചേർന്ന് വന്നു. അവിടെ വസ്തു വാങ്ങിച്ചു, ഹോള് വെച്ചു, ഒരു ചർച്ചിന് വേണ്ടി എല്ലാം അവിടെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഇവിടുത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. അന്നേരം പറഞ്ഞു അവിടെ ചെന്നിട്ട് ഒരു ഇത്രയെല്ലാം സംഭവിച്ചാൽ ആ ഹോള് പുതുതായിട്ട് വെച്ചു 1 വർഷം പോലും താമസിച്ചു. അതുപോലെ തന്നെ മറ്റൊരുത്തോട്ട് പോയി. അങ്ങനെ മാറി താമസിച്ച് പ്രവർത്തിച്ച് വന്നപ്പോൾ എനിക്കൊരു പേരായി അവിടെ ഇവൻ്റെ ഹോൾ പാസ്റ്റർ. എവിടെ ചെന്നാലും അവിടെ ഹോളുണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഇനിയിപ്പോൾ ചിങ്ങവനത്തോട്ട് പോകണം, നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ വെക്കണം, നമുക്ക് അവിടെ പ്രവർത്തനമാക്കി പോകണം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറയാൻ അങ്ങോട്ട് പോയില്ല. അതിനുശേഷമായിട്ടാണ് അവിടെ അവർക്ക് ആരാധനയും ഇപ്പോഴത്തെ അവരുടെ ഹെഡ്ക്വാർട്ടറൊക്കെ അവിടെ ആയിരിക്കും. അതെ, എന്നാൽ നമ്മുടെ ദൈവം അത്ഭുതവാനായ ദൈവം. ദൈവം നമ്മെ എന്നും നടത്താൻ എന്നും മതിയായ 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല ഇന്നും അതുപോലെ തന്നെ. ഞാൻ എൻ്റെ അനുഭവം അതിൽ ധാരാളമായിട്ടുണ്ട്. അപ്പൊ നമുക്കതിൽ ധൈര്യപ്പെടുന്നതിൽ ഒന്നും സംശയിക്കാനില്ല. നമ്മൾ കണ്ണു അടച്ച് കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുക. ഒരു പിതൃപുത്ര ബന്ധം എന്ന് പറയുന്ന ഒരു പിതാവ് ഒരു മകനോട് ആ ഉയരത്തിലെ വരയിലോട്ട് വീടിന്റെ മേളിലോട്ട് കയറാൻ പറഞ്ഞിട്ട് മോനെ അവിടുന്ന് ഒരു ചാടിക്കോ എന്ന് പറഞ്ഞാൽ അത് ചാടാനുള്ള വിശ്വാസമുള്ള മകനായിരിക്കും. എൻ്റെ അപ്പൻ എന്നെ പിടിച്ചോളൂ. അതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതാൻ ഇന്നും ജീവിക്കുന്ന കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്കതിൽ ധൈര്യപ്പെടാൻ ഒന്നും സംശയിക്കുന്ന. ഞാൻ ആദ്യമെന്ന ഫേസ്ബുക്കിനകത്ത് പാസ്റ്റർ തെരുവീതിൽ മുക്കിന് നിന്ന് പ്രസംഗിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഉള്ളിലൊരു വലിയ ധൈര്യം, നല്ല സന്തോഷം, താല്പര്യം തോന്നി. കാരണം ഈ കാലയളവിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ചെറുപ്പക്കാരെ കിട്ടാൻ വിഷമമാണ്. പ്രായമുള്ള അപ്പച്ചന്മാർ പോകാൻ മേധാവിലും പ്രസംഗിക്കുമായിരിക്കും. പക്ഷെ ഒരു യൗവനക്കാരൻ നിന്ന് ഇഷ്ടമായിട്ട് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ എനിക്ക് വലിയൊരു താല്പര്യം തോന്നി. ഞാൻ പിറ്റേ ദിവസം ആ നമ്പർ വിളിച്ച് പാസ്റ്ററോട് പറഞ്ഞു. അപ്പം അറിഞ്ഞ് PC നായകനോട് വരുന്നുണ്ടെന്ന് ഞാൻ പേപ്പറിൽ കണ്ടു. ഞാൻ ദേവദാസനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വരുമ്പോൾ ഡാലസിൽ വരണം, എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പുള്ളി വന്നില്ല. പുള്ളി ഇവിടെ വന്ന് ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ ഇതുപോലെ നാട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പം പാസ്റ്ററിന് അത് ഓർമ്മയില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ ഈ പുള്ളിയെ അനുകരിച്ചു പോയി. എവിടെ പോയാലും ഞാൻ അവിടെ ചെല്ലുന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു ഇതാണ്. കാരണം എനിക്ക് ഉള്ളിൽ കിടന്ന് വലിയൊരു ആഗ്രഹമായി തീഷ്ണതയാണ് വചനത്തിന്റെ സത്യത്തിൽ നിൽക്കണമെന്നുള്ളത്. അത് ഇവിടെ രാമപുരപ്പാസ് എന്നോട് ആദ്യകാലത്ത് അത് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഈ പട്ടണത്തിൽ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ദൈവവചനത്തിൽ നിൽക്കാൻ എൻ്റെ കൂടെ ഒരാൾ വേണം. പക്ഷെ ഞാൻ ആ കാലത്ത് ഇറങ്ങിയ സമയം അപ്പം എനിക്ക് പലതും നോക്കാനുണ്ടായിരുന്നു. എനിക്ക് അന്നേരം ഓടി ഇറങ്ങാനൊക്കാത്തൊരവസ്ഥ ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം കുറേ കാലം ഉണ്ടാതിരുന്നു. എന്നാൽ ഷമീർ പാഷ വന്നപ്പോൾ ഷമീർ പാഷ പ്രസംഗിച്ച് ആ ആദർശം തന്നെ രാജൻ പാഷിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കൂടി പാസ്റ്റർ പോകുന്നതിന് മുമ്പ് ഒന്ന് സംസാരിക്കണം. പാസ്റ്ററിൻ്റെ ഹൃദയമുള്ളൊരു പാസ്റ്റർ ഇവിടെ ഉണ്ട്, അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു ഓപ്പൺ ടോക്ക് വെച്ചതാണിത്. കാരണം പാസ്റ്ററിനെ ഇപ്പം ചെളി വാരിയിരുന്ന ഒത്തിരി പേരുണ്ട്. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫേസ്ബുക്കിൽ എന്നും അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നാൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പരാജയം തൽക്കാലം ഉണ്ടെങ്കിലും വിജയം അവരുടെ കൂടാണെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ മറുതലിച്ചൊരു വ്യക്തി. എന്നാൽ ദൈവം എൻ്റെ മേലിൽ ഉദ്ദേശം ഉണ്ടായിരുന്നുണ്ട്. എന്നെ വേർതിരിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഈ പട്ടണത്തിൽ ആത്മഹത്യക്ക് പോയ ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് നഷ്ടമായതെല്ലാം ദൈവം തിരിച്ചു തന്നു. അപ്പൊ ഇങ്ങനെ പ്രസംഗിക്കുന്നവരെ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ, വചനത്തിന് വേണ്ടി നിൽക്കുന്നവരെ എനിക്ക് വളരെ സന്തോഷം. അതിന് ആര് എന്നെ എതിർത്താലും എനിക്കൊരു വിഷയമല്ല. എന്റെ ഭവനം അതിനുവേണ്ടി ഒരുക്കിയതാണ്. കാരണം ആർക്കെങ്കിലും പറയാണ്ട് എന്നോട് പറഞ്ഞോട്ടോ. എനിക്ക് ഇതിനകത്ത് ഭയപ്പെടാനൊന്നുമില്ല. പറഞ്ഞ പോലെ തന്നെ ബാബുചാൻ ഇങ്ങനെ നാട്ടിൽ വെച്ച് ഫോൺ ചെയ്തു ഇവിടെ വരുമ്പോൾ വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു നിർബന്ധമായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് അല്ലെങ്കിൽ പരിചയപ്പെട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോവുക, അതിനോടൊക്കെ ഭയങ്കര കൃത്യമായിട്ട് അത് പാടില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിലിരിക്കുക. ഞാൻ അഭിമാനത്തോടാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. ഞാൻ അഭിമാനത്തോടാണ്. എനിക്ക് മനസ്സിലായി. അതിന്റെ മറുപടിയാണ്. അപ്പം അങ്ങനെ ഒരു നിർബന്ധം സൂക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ വന്നിട്ട് ഇവിടെ ആർക്കും പറയാൻ പറ്റില്ല, ഒരാൾക്കും പറയാൻ പറ്റില്ല. ഞാൻ ഒരിടത്തും അങ്ങനെ വിളിച്ചു പോയി അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒന്ന് വരട്ടെ എന്ന് അങ്ങനെ ഒന്നുമില്ല.
അപ്പം ആ ഒരു നിലപാട് സൂക്ഷിച്ചത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ ഒരു വലിയ ബന്ധം പുതുക്കാൻ കഴിയാതെ. തൽക്കാലം എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്, എങ്കിൽ എനിക്ക് അഭിമാനം മനസ്സിലാക്കിയപ്പോൾ അതിൽ സന്തോഷം പറഞ്ഞാൽ മനുഷ്യമോത്തല്ല ദൈവം നോക്കുന്നതെന്ന് എനിക്ക് ബോധ്യം വന്നത്. തീർച്ചയായിട്ടും. കാരണം അതൊരു കാരണമാണ്. മറ്റൊരു കാരണം, പൊതുവെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പരമാവധി ഞാൻ എവിടെയും താമസിക്കാൻ വിളിച്ചാലും പരമാവധി പോകാറില്ല. അതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളെ ചതിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആവുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് നമ്മളെ കൊടുക്കാനുള്ള തന്ത്രങ്ങളെന്ന് ഞാൻ ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ ദിവസങ്ങളിലായിട്ട് എന്നോട് ചില അപ്പച്ചന്മാര് വിളിച്ചു പറയുകയും അപ്പൊ അവര് പറഞ്ഞു, പിന്നെ ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ഇപ്പൊ വീട്ടിലായാൽ പോലും സൂക്ഷിക്കണം. കാരണം ഇപ്പം ഇനി നിവർത്തിയില്ലെന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് ഒരാളിനെ ഇറക്കി നമ്മളെ ചതിയിൽപ്പെടുത്തണമെങ്കിൽ അല്പം കാശ് കൊടുത്ത് ഒരു സ്ത്രീയെ ഇറക്കി നിർത്തിയിട്ടെങ്കിൽ പോലും നമ്മുടെ കയ്യെ പിടിച്ചു വെച്ചിട്ട് നിലവിളിച്ച് പോലും നമ്മളെ കൊടുക്കാം എന്ന നിലയിലും ചെയ്യാൻ മടിക്കത്തില്ലെന്ന് ചിലർ എന്നോട് വ്യക്തിപരമായി വിളിച്ച് പറഞ്ഞത് കൊണ്ടും കൂടിയാണ് ഞാൻ ഒരു സ്ഥലത്തും പരമാവധി പോകാതെ എന്നെ നാട്ടിൽ നിന്നേ അറിയുന്ന ശോഭാന്റിയുടെയും മമ്മിയുടെയും കൂടെ തന്നെ താമസിക്കുവാനായിട്ട് ഇവിടെ തെരഞ്ഞെടുത്തതിന്റെ ഒരു കാരണം എന്ന് പറയും. കാരണം അത്രത്തോളം ലെവലിൽ ഇപ്പൊ ഈ ദിവസങ്ങളിലായിട്ട് ഫേസ്ബുക്കിലൂടെ എതിർ കക്ഷികൾ പറയുന്നത് എന്ത് വില കൊടുത്തും ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും നിന്നെ നശിപ്പിച്ചിട്ടേ അടങ്ങുന്നുള്ള നിലയിലുള്ള ഒരു വെല്ലുവിളി പോലും പരസ്യമായി ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പം ബൈബിള് പറയുന്നുണ്ട് ദൈവിക. അതെ അതെ അതെ, അത് നമുക്കറിയാം. എനിക്ക് അതിൽ സന്തോഷമുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഞാൻ പരമാവധി ഇത്തരത്തിലുള്ള നല്ല കാര്യം മറ്റുള്ളവർക്ക് പറയാൻ ഇടവരുത്തില്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, എനിക്കൊരു സന്തോഷമുള്ളത് വന്ന സമയം മുതൽ രാവിലെയും വൈകിട്ടും ശുശ്രൂഷയിട്ട് ഒരു ദൈവദാസൻ ഇന്ന് വരെ ഈ പട്ടണത്തിൽ വന്നിട്ടില്ല. ഇവിടെ സാധാരണ ശനി ഞായറുമാണ് ഞങ്ങളുടെ സഭകളിൽ ആരാധനയുള്ളത്. ആ ശനിയോ ഞായറാഴ്ച 2 ദിവസം, ബാക്കി എല്ലാ ദിവസവും വീട്ടുകളിൽ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പ്രവചനം ഉണ്ടെന്ന് പറയുന്നവരെ വീട്ടിൽ കൊണ്ടുപോകും. അവർക്ക് ഇടദിവസം ശുശ്രൂഷയുണ്ട്. പ്രവചനം ഇല്ല വന്നു കഴിഞ്ഞാൽ ശനിയോ ഞായറാഴ്ച പല വിളിച്ചാലേ അവർക്ക് കിട്ടത്തുള്ളൂ. ദൈവദാസൻ വന്നപ്പോൾ മുതൽ അങ്ങോട്ട് വിളിക്കാതെ ഇങ്ങോട്ട് വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് രാവിലെ മീറ്റിംഗ് വെച്ചാൽ നടത്തിയിരുന്നു. ഇതുവരെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഈ ഫേസ്ബുക്കിലൂടെ വരുന്ന എതിരുകള് അതിന് വിലയുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അതിന് നമ്മൾ വില കൊടുക്കുന്നില്ല എന്ന നിലയിൽ തന്നെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട്. കാരണം ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ എന്നെ വളരെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ക്യാപ്റ്റൻ ഷമുവേൽ എന്ന് പറഞ്ഞ ദേവദാസൻ, ക്യാപ്റ്റൻ ഷമു. അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ ഇൻസ്പയർ ആയിട്ടുള്ള 2-3 എണ്ണപ്പെട്ട വ്യക്തികളുണ്ട്, പ്രസംഗകരുണ്ട്. അതിൽ ഒന്നാണ് ക്യാപ്റ്റൻ ഷമുവേൽ, മറ്റൊന്ന് PV ആശാരി, മറ്റൊന്ന് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. ഇങ്ങനെ സത്യത്തിന് വേണ്ടി മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന ചിലരൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. വാസ്തവത്തിൽ ഇവരെ ആരെയും കൃഷ്ണൻകുട്ടി സാറിനെ ഒഴികെ PV ആശാരിയോ ക്യാപ്റ്റൻ ഷമുവേലിനെ നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം 2002 ആണെന്ന് എന്റെ അറിവ് PV ആശാരി മരിക്കുന്നു. 2002 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. രണ്ടും ഏകദേശം ഒരേ ഇയറിലാണ്, ഒരേ ഇയറിലാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഇവരൊക്കെ എന്റെ ഹൃദയത്തെ വല്ലാതെ ഇൻസ്പയർ ചെയ്തു. അപ്പൊ ഈ ദിവസങ്ങളിൽ ക്യാപ്റ്റൻ ഷമുവേലിന്റെ ബ്രദർ ഈ മെസ്സേജുകളെല്ലാം തുടരെ കാണുകയും എന്നെ കൂടെ വിളിക്കുകയും, അപ്പം ഇവരെന്നെ കാക്ക ഇക്ക എന്നൊക്കെ വിളിച്ച് ഒരു സൈഡിൽ പരിഹസിക്കുമ്പോൾ ക്യാപ്റ്റൻ ഷമുവേൽ അദ്ദേഹത്തിന്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട്, മോനെ ഞങ്ങളുടെ കുടുംബത്തിലെ മോനാണ്, ഞങ്ങളുണ്ട്, ആരുമില്ലെന്ന് ചിന്തിക്കരുത്, ഏത് സമയത്തും എന്ത് വന്നാലും ഈ നമ്പറിൽ ഒരു കോൾ വിളിച്ചാൽ മതി, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു പരമാവധി 4 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വിളിക്കും. ആ നിലയിൽ ഉള്ള, അപ്പൊ ഇങ്ങനെയുള്ള അനേക കോളുകൾ, ഇങ്ങനെയുള്ള അനേക വ്യക്തികൾ നമ്മളെ എൻകറേജ് ചെയ്യുന്നു. അപ്പം അദ്ദേഹം അദ്ദേഹവും പറഞ്ഞ ഇതാണ്, ക്യാപ്റ്റൻ ഷമുവേലിനെ പോലും ഉപദേശത്തിന് വേണ്ടി നിന്ന് നിമിത്തം ഇതിനേക്കാളും വലിയ കഥകളിലൂടെയും അനുഭവത്തിലൂടെയും കടന്നു പോകേണ്ടി വന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിത് ആദ്യമായതുകൊണ്ടാണ് എനിക്കിത് ഭീകരമായിട്ട് തോന്നുന്നത്. ഇതിലൂടെ കടന്നുപോയ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട് സത്യത്തിന് വേണ്ടി നിന്ന് നിമിത്തം. ഇപ്പൊ ദേവദാസൻ തന്നെ പറഞ്ഞു, ഈ പട്ടണത്തിൽ ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് മതി എന്നുള്ള നിലയിൽ മാറിയിരിക്കാനുള്ള കാരണം പോലും ദോഷം ചെയ്തിട്ടല്ല, സത്യത്തിന് വേണ്ടി നിൽക്കണം, അത് മതി, ഒറ്റയ്ക്ക് മതി എന്നുള്ള തീരുമാനമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്നൊരു ധൈര്യം, ഒറ്റയ്ക്കാണെങ്കിൽ സത്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കും എന്നുള്ള ഒരു ചിന്തയാണ്. പിന്നെ
എനിക്ക് ഈ ലോകത്തിൽ മാനുഷ്യമായിട്ട് ചിലപ്പോൾ എനിക്ക് ഈ ലോകത്തിൽ പിന്നെ ബോധ്യം വരുത്തുക എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളോടാണ്. ഒന്ന് ദൈവം, രണ്ട് എന്റെ ഭാര്യ, എന്റെ കുടുംബം. ഈ രണ്ട് പക്ഷവും കൃപയാൽ എന്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പം ആരെയാ ബോധ്യപ്പെടുത്തേണ്ടത്? ആരെ ബോധ്യപ്പെടുന്നത്? എന്നാൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ മാനുഷികമായ നിലയിൽ വേദനകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല മുറിയുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ടോക്ക് ഷോ, ഈ ടോക്കിംഗ് പോലും എനിക്ക് കിട്ടിയ ഒരു പുതിയ എനർജി ആയിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ അടുത്തൊരു കാര്യം, ഈ യഹൂദനെ വിട്ട ദൈവം ജാതിയിലേക്ക് വന്നു ഇല്ലേ? ഇപ്പം ജാതി എന്ന് പറഞ്ഞ പുതിയ ഇസ്രയേലിന് ഇത് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് വീണ്ടും പാഷനോടുള്ളവരെ വിളിച്ചിറക്കി ഞങ്ങളോട് സുവിശേഷം പറയും. ഏതാ ഞങ്ങളെ ബോധ്യം വരുത്തുവാൻ. ഈ വേദവസ്തു പറയുന്നുണ്ട്, ഈ ജാതികളെ കൊണ്ട് എരിവ് വരുത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ? മൂട ജാതിയെ കൊണ്ട് എരിവ് വരും. കാരണം പാഷ ആയിരുന്ന മണ്ഡലത്തിൽ വിശ്വസിക്കാൻ വയ്യാത്തടത്തും ഇറങ്ങി വന്നത് ഞങ്ങളോട് ഉപദേശിക്കത്തക്കോണം ദൈവത്തിന്റെ ആത്മാവിനെ ദാസന്റെ ഉള്ളിലാക്കി ഞങ്ങളെ കുത്താൻ തക്കോണം, ഞങ്ങൾക്ക് ബോധം വരുത്തത്തക്കോണം, ഞങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളത്തക്കോണം പ്രസംഗിപ്പിക്കാൻ ധൈര്യം തന്നത് ദൈവമാണ്. തീർച്ചയായിട്ടും 100%. കാരണം ഇപ്പൊ ചിന്തിച്ചാൽ പിന്മാറാൻ ഒത്തിരി അവസ്ഥയുണ്ട്. കാരണം അവിടുത്തെ എതിർപ്പിന്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു കുത്തുകയാണെങ്കിൽ ഞാൻ എന്തിനും ഇവിടെ നിൽക്കുന്നുണ്ട് ചിന്താഗതി വരാം. അതിനേക്കാൾ ഒരു വലിയ പ്രശ്നം വേറെ കിടക്കുന്നത്, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു മീഡിയ, പബ്ലിക് മീഡിയ. അപ്പം ഒന്നാമത് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ എൻ്റെ ബാപ്പ ഒഴികെ ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലാണ്, ഉമ്മായും പെങ്ങന്മാരും എല്ലാം വിശ്വാസത്തിലാണ്. അപ്പൊ ഞങ്ങളെല്ലാം കുടുംബത്തിൽ നിന്ന് അന്നേ ഒറ്റപ്പെട്ടവരാണ്, അന്നേ തള്ളിക്കളഞ്ഞു ഞങ്ങൾ ഒറ്റപ്പെട്ടവരാണ്. അപ്പൊ ആശയപരമായി കുടുംബക്കാരെല്ലാം ഞങ്ങൾക്ക് എതിരാണെങ്കിലും, ആശയപരമായി എതിർ, ആദർശപരമായി വിശ്വാസ സംബന്ധമായി എതിരാണ്. എന്നാൽ അപ്പോൾ തന്നെ രക്തബന്ധമാണ്, ബന്ധങ്ങൾ എപ്പോഴും ബന്ധമാണ്, മാനുഷികമായ ബന്ധങ്ങളാണ്. അപ്പൊ ഈ പൊതുമീഡിയയിൽ ഇവരെന്നെ ആക്ഷേപിക്കുകയും ഇവരെന്നെ തെറിവിളിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ, ഈവൻ ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കകത്ത് വെച്ച് എന്റെ ബാപ്പയുടെ കുടുംബത്തിൽ നിന്ന് ചെറുപ്പക്കാര്, ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരുണ്ട്, അവരിത് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഇവന്മാരക്കാര് ഇവന്റെയൊക്കെ അഡ്രസ്സ് തരാൻ പറഞ്ഞ്, ഇവനൊക്കെ എന്തിനാ തെറി വിളിക്കാൻ വേണ്ടിയാണോ ഇക്കാനെ ഇതിലോട്ട് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് എന്ത് ചെയ്യാം, ഇവരുടെ ചിന്ത നമ്മളെ അവര് വലിച്ചോണ്ട് പോയി കൊണ്ടിട്ടിട്ട് തെറി വിളിപ്പിക്കുകയാണ്. ഇത് അവരും കാണുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇവൻ ഏതാ, ഇവന്റെ ഡീറ്റെയിൽസ് ഇതാന്നൊക്കെ പറഞ്ഞ് ഇവര് ചൂടാവുമ്പോൾ ഞാൻ ഇത് ചുമ്മാ നിങ്ങൾ ഞങ്ങളുടെ ചർച്ചിന്റെ ഞങ്ങളുടെ ചർച്ചിന്റെ കാര്യങ്ങൾ ഞങ്ങൾ തീർത്തോളാം. കാരണം എനിവേ ഒരു രക്തബന്ധം എന്ന നിലയിൽ ആവേശത്തിൽ ഇവര് ആരെങ്കിലും വല്ലോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പോലും അതും എന്റെ തലയിലല്ലേ വേണം. അപ്പൊ അവിടെ ഉപദേശി ഗുണ്ടകളെ അയച്ചു എന്നൊക്കെ പറഞ്ഞ് അതും എന്റെ തലയിലല്ലേ. അപ്പൊ ഈ എഴുതുന്ന ഒരു കുറഞ്ഞ പക്ഷം അതുകൂടി മനസ്സിൽ ഇതൊരു പബ്ലിക് മീഡിയ ആണ്. അപ്പൊ മറ്റുള്ളവരും കൂടി ഇത് ഈ ആക്ഷേപങ്ങളും ഈ അപവാദങ്ങളും ഒക്കെ പറയുമ്പോൾ ഇത് ചെയ്യുന്നത് പെന്തക്കോസ്ത് എന്ന ലേബലിൽ നിന്നുകൊണ്ടാണെന്ന് കൂടെ ഓർക്കണം ചെയ്യുന്നവർ. അപ്പോൾ അതുകൊണ്ട് അതെ അതറിയില്ല, എല്ലാവരുടെയും മുമ്പിൽ പെന്തക്കോസ്താണ് ഒറ്റ കാറ്റഗറി. ഇപ്പൊ ഒരു പാസ്റ്റർ അറസ്റ്റിൽ തന്നെത്താൻ പാസ്റ്റർ ആയവനായിരുന്നാലും ചിലപ്പോൾ ഒരു ഡിനോമിനേഷൻ ഉൾപ്പെട്ടവനല്ലെങ്കിലും അവൻ തന്നെ പാസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. വിസ തട്ടിപ്പിൽ അവൻ അറസ്റ്റിലായി, ലേബൽ വരുന്ന പാസ്റ്റർ അറസ്റ്റിൽ, പേര് മൊത്തം ആഗോളം, ഇവൻ അന്വേഷിച്ച് വരുമ്പോ ഇവൻ ഒരിടത്തെയും പാസ്റ്റർ അല്ല എന്നതുപോലെയാണല്ലോ പുറം കാണുന്നത്. അപ്പൊ ആ നിലയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ. എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കർത്താവിന്റെ ദാസനുമായിട്ട് ഒരുമിച്ച് കാണാനും ഒരുമിച്ച് ആശയങ്ങൾ ഷെയർ ചെയ്യാനും ഉള്ള അവസരം ദൈവം തന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പാശ്ചാമ്യർ മാത്രമല്ല, ഞാനും അതിൽ കൂടെ എല്ലാം കടന്നുപോയതാണ്. ഞാനും എൻ്റെ യൗവനകാലത്ത് ഒരു പരസ്യയോഗ ശുശ്രൂഷകനായിട്ടൊരു ഉപദേശിയായിരുന്നു. ഞാൻ എൻ്റെ കൂടെ 10-20 ചെറുപ്പക്കാർ പിന്നെ ചേർന്ന് വന്നു. അതിൽ നിന്ന് പിന്നെ ദൈവം ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ട് മറ്റു യാതൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം മതിയാകനായ ദൈവമാണ്. പൗലോസിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമ്മ ഏത് കാലത്തും സൂക്ഷിക്കുവാനായിട്ട് ശക്തനാണ്. പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലതും മതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുന്നു. മാറാനാഥ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പ്രൈസ് Thank you.